സിംബാബ്വെ ക്രിക്കറ്റ് താരം ഹീത്ത് സ്ട്രീക്ക് അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് ഈ വിവരം പുറത്തുവിട്ടത്. ഇതിൻ്റെ വിവരങ്ങളും വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി അൻസില റേച്ചൽ സണ്ണി ചേരുകയാണ് സ്പോർട്സ് ഡെസ്കിൽ നിന്നും. അൻസില, ഈ നേരത്തെ ഹീത്ത് സ്ട്രീക്കിൻ്റെ മരണവാർത്ത നേരത്തെ ഒരു ഘട്ടത്തിൽ പറയുകയും പിന്നീട് അത് പിൻവലിക്കുകയും ചെയ്തതായി കണ്ടിരുന്നു. അദ്ദേഹം സുഖമില്ലാതെ ചികിത്സയിലായിരുന്നു. എന്തൊക്കെയാണ് അതിൻ്റെ വിവരങ്ങൾ, ഇപ്പോഴത്തെ വിവരങ്ങൾ? അജിംഷാദ് 2023 മെയ്യിലാണ് ഇത്തരത്തിൽ ഹീറ്റ് സ്ട്രീക്കിന് അർബുദമാണെന്ന് സ്ഥിരീകരിച്ചുകൊണ്ടുള്ള വാർത്ത പുറത്തു വന്നത്. അതിന് തൊട്ട് പിന്നാലെ കഴിഞ്ഞ ആഴ്ചയാണ് ഇത്തരത്തിൽ ഹീറ്റ് സ്ട്രീക്ക് മരിച്ചു എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം അലയടിക്കുകയും ചെയ്തിരുന്നു. ഇതിന് തൊട്ട് പിന്നാലെ ഹീറ്റ് സ്ട്രീക്ക് തന്നെ പ്രസ്താവനയുമായി രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. താൻ ഇപ്പോൾ സുഖമായിട്ടിരിക്കുന്നുവെന്നും അസുഖത്തിൽ മരുന്ന് കഴിക്കുന്നതിൻ്റെതായ ചില ബുദ്ധിമുട്ടുകൾ മാത്രമാണ് തനിക്കുള്ളത് എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ക്രിക്കറ്റ് ലോകത്തെ തേടി അദ്ദേഹത്തിന് മരണ വാർത്ത എത്തിയിരിക്കുന്നത്. ഇന്ന് രാവിലെയാണ് അദ്ദേഹം മരണപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഹീത്ത് സ്ട്രീക്കിന്റെ ഭാര്യ തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ ഈ വിവരം പുറത്തുവെക്കുകയും ചെയ്തിരുന്നത്. ഹീത്ത് സ്ട്രീക്കിനെ സംബന്ധിച്ചിടത്തോളം സിംബാബ്വെയുടെ ഏറ്റവും മികച്ച ഓൾറൗണ്ടർ എന്ന നിലയ്ക്കാണ് ഹീത്ത് സ്ട്രീക്ക് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. 1993 രാജ്യാന്തര ക്രിക്കറ്റിലേക്ക് ഹീത്ത് സ്ട്രീക്ക് അരങ്ങേറ്റം കുറിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിന് പിന്നാലെ 2005 അദ്ദേഹം വിരമിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സിംബാബ്വെ ക്രിക്കറ്റിന് തന്റെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്ന 1990, 2000 കാലഘട്ടങ്ങളിൽ ടീമിന്റെ നെടുന്തൂണായിട്ട് പ്രവർത്തിക്കാൻ ഹീത്ത് സ്ട്രീക്കിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഒരു മികച്ച ഓൾറൗണ്ടർ എന്ന നിലയിലാണ് അദ്ദേഹം പേരെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ രാജ്യാന്തര ക്രിക്കറ്റിൽ സിംബാബ്വെക്ക് കൂടുതൽ വിക്കറ്റ് നേടിയതിന്റെ റെക്കോർഡും ഇപ്പോഴും ഹീത്ത് സ്ട്രീക്കിന്റെ പേരിൽ തന്നെയാണുള്ളത്. അതോടൊപ്പം തന്നെ ഏകദിനത്തിലും ടെസ്റ്റിലും 100 വിക്കറ്റ് തികച്ച ആദ്യ സിംബാബ്വെ താരം എന്ന റെക്കോർഡും ഹീത്ത് സ്ട്രീക്കിന്റെ പേരിലാണുള്ളത്. അതോടൊപ്പം തന്നെ ഒരു ബൗളർ എന്നതിലുപരി ഒരു മികച്ച ബാറ്റ്സ്മാനും കൂടിയായിരുന്നു ഹീത്ത് സ്ട്രീക്ക്. സിംബാബ്വെക്ക് 65 ടെസ്റ്റ് മത്സരങ്ങളും 189 ഏകദിന മത്സരങ്ങളും സ്ട്രീക്ക് കളിച്ചിട്ടുണ്ട്. ഇതിൽ നിന്നായി 4933 റൺസും 455 വിക്കറ്റുകളും ഇദ്ദേഹം സ്വന്തം പേരിൽ എഴുതി ചേർക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 2005 ക്രിക്കറ്റ് താരം എന്ന നിലയിൽ വിരമിച്ച ശേഷം ഹീത്ത് സ്ട്രീക്ക് ഒരു പരിശീലകനായിട്ട് തുടർന്നു വരികയായിരുന്നു. ആഭ്യന്തര രാജ്യാന്തര തലത്തിലുള്ള വിവിധ ക്രിക്കറ്റ് ടീമുകളെ അദ്ദേഹം പരിശീലിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. IPL കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ ബൗളിംഗ് പരിശീലകനായിരുന്നു ഹീത്ത് സ്ട്രീക്ക്. അതോടൊപ്പം തന്നെ ബംഗ്ലാദേശ്, സിംബാബ്വെ ടീമുകളെയും അദ്ദേഹം പരിശീലിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ 2021 ഇത്തരത്തിൽ പരിശീലകനായിരിക്കെയാണ് ICCയുടെ അഴിമതി വിരുദ്ധ മാർഗനിർദ്ദേശങ്ങൾ ലംഘിച്ചതിന് അദ്ദേഹത്തെ ക്രിക്കറ്റിന്റെ എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും ICC ഏകദേശം 8 വർഷത്തേക്ക് വിലക്കുകയും ചെയ്യുന്ന ഒരു നടപടി നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് 2023 അദ്ദേഹത്തിന് അർബുദം സ്ഥിരീകരിച്ചുകൊണ്ടുള്ള വാർത്ത പുറത്തു വരികയും ചെയ്തു. അതിനുശേഷം അദ്ദേഹം അർബുദവുമായി ബന്ധപ്പെട്ട ചികിത്സയിൽ തുടരുന്നതിനിടെയാണ് ഇത്തരത്തിലുള്ള ഒരു മരണ വാർത്ത കായിക ലോകത്തെ തേടിയെത്തിയിരിക്കുന്നത്. അജിംഷാദ്, ശരി. ഹീത്ത് സ്ട്രീക്ക്, സിംബാബ്വെ ക്രിക്കറ്റ് താരം ഹീത്ത് സ്ട്രീക്ക് അന്തരിച്ചു. 49 വയസ്സ് മാത്രമേ അദ്ദേഹത്തിന് പ്രായമുണ്ടായിരുന്നുള്ളൂ. ലോക തന്നെ ഇതിഹാസമായി അടയാളപ്പെടുത്തിയ ഒട്ടനവധി മുഹൂർത്തങ്ങൾക്ക് ക്രിക്കറ്റ് ലോകത്തിന്, കായിക ലോകത്തിന് സമ്മാനിച്ച വ്യക്തിത്വം കൂടിയായിരുന്നു സിംബാബ്വെയിലെ ക്രിക്കറ്റ് താരം ഹീത്ത് സ്ട്രീക്ക്. അദ്ദേഹം അർബുദബാധിതനായി ഏറെ നാളായി ചികിത്സയിലായിരുന്നു. ഇതിൻ്റെ വിവരങ്ങളും വിശദാംശങ്ങളും ഒക്കെയാണ് ഇപ്പോൾ അൻസില റേച്ചൽ സണ്ണി നൽകിയത്. ഹീത്ത് സ്ട്രീക്കിൻ്റെ ഭാര്യയാണ് ഇപ്പോൾ മരണവാർത്ത സ്ഥിരീകരിച്ചുകൊണ്ട് അവരുടെ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടത്.